Praise the Lord. Praise the Lord. Hallelujah. 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 പ്രിയപ്പെട്ടവരെ, ഒത്തിരി സ്നേഹത്തോടെ ശാലോം ജാഗരണ പ്രാർത്ഥനയിലേക്ക് ഈ രാത്രിയിൽ എല്ലാവരെയും ക്ഷണിക്കുന്നു. നമുക്കറിയാം, ഒത്തിരി പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണിത്. ഒത്തിരി ദുഃഖവും വേദനയും നൊമ്പരും തകർച്ചയും ഒക്കെ ഉള്ള ഒരു നാളുകൾ. എന്നാൽ പ്രിയമുള്ളവരെ, ഇതാ പ്രാർത്ഥിക്കാനായി കർത്താവ് നമുക്കായി ഒരു രാത്രി തിരഞ്ഞെടുത്തിരിക്കുന്നു. കർത്താവ് നമ്മെ ഗൗരവമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു രാത്രി, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി യേശു കാത്തിരിക്കുന്ന ഒരു രാത്രി, നമ്മളെ അനുഗ്രഹിക്കാൻ, നമ്മുടെ കുടുംബത്തെയും നമ്മുടെ തലമുറയെയും നമ്മുടെ ദേശത്തെ പോലും അനുഗ്രഹിക്കാൻ വേണ്ടി യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്ന സത്യദൈവം കാത്തിരിക്കുന്ന ഒരു രാത്രി. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 59 അധ്യായത്തിന്റെ 1 തിരുവചനം ഇങ്ങനെ പറയുകയാണ്: രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കരം കുറുകി പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. കർത്താവ് പറയുകയാണ്, രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കരങ്ങൾ കുറുകി പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. ആ ദൈവം വാക്കു മാറാത്തവൻ, ആ കർത്താവ് ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. പ്രിയമുള്ളവരെ, സഹായം നമുക്ക് മറ്റെവിടെയുമില്ല, മറ്റാരിലുമില്ല. എന്നാൽ ഒരിക്കലും വാക്ക് മാറ്റാത്ത നമ്മുടെ ദൈവം, ഏകരക്ഷകനായ കർത്താവായ യേശു ക്രിസ്തു, ഈ രാത്രി ഞാൻ യേശുവിന്റെ നാമത്തിൽ ഉറപ്പു നൽകുന്നു, ഈ രാത്രി നിന്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കും, നമ്മുടെ ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഈ രാത്രി നമ്മുടെ കുടുംബത്തിലേക്ക് കർത്താവായ യേശു ക്രിസ്തു കടന്നു വന്ന് നമ്മെ ആശ്വസിപ്പിക്കും. ഈ രാത്രി കർത്താവ് വിളിച്ചപേക്ഷിക്കുന്ന രോഗികളെ സുഖപ്പെടുത്തും. ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവരുടെ ജീവിതത്തിലേക്ക് ഈ രാത്രി കർത്താവായ യേശു ക്രിസ്തു കടന്നു വരും. കാരണം അവിടുന്ന് ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമുക്കൊരു സാക്ഷ്യം കേൾക്കാം. ഒരു സഹോദരി നൈറ്റ് വിജിലിലൂടെ അവർക്ക് ലഭിച്ച ഒരു സാക്ഷ്യം ഇപ്രകാരം എഴുതി അയച്ചിരിക്കുകയാണ്: ഞാൻ ജോയ്സിയസ് കറിയ, കോഴിക്കോട് ജില്ലയിലെ കുണ്ടുതോട് എന്ന സ്ഥലത്ത് താമസിക്കുന്നു. ഞാൻ UK-യിൽ നേഴ്സായി ജോലി ചെയ്യുന്നു. വിസ പ്രോസസ്സിന്റെ ഭാഗമായി എൻ്റെ ഭർത്താവിന് കൊച്ചിയിൽ വെച്ച് മെഡിക്കൽ എടുക്കേണ്ടി വന്നു. അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ ലങ്സിൽ എന്തോ കുഴപ്പമുള്ളതായി കണ്ടെത്തുകയും പിന്നീട് പരിശോധനയിൽ അത് ക്യാൻസർ ആണെന്ന് തിരിച്ചറിയുകയും ചെയ്തു. ന്യൂറോ എൻഡോക്രൈൻ ട്യൂമർ എന്നാണ് ഡോക്ടർ അതിന് പറഞ്ഞത്. ഞങ്ങൾ പ്രശസ്തമായ ഒരു ആശുപത്രിയിൽ ഓൺകോളജി വിഭാഗത്തിൽ കാണിക്കുകയും ഡോക്ടറുടെ ഉപദേശം തേടുകയും ചെയ്തു. ആ സമയത്ത് ഷാലോമിൽ നടക്കുന്ന നൈറ്റ് വിജിൽ പ്രാർത്ഥനയിൽ ഞങ്ങൾ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിൻ്റെ രോഗം ദൈവം പൂർണ്ണമായി സുഖപ്പെടുത്തിയെന്ന് പ്രാർത്ഥന നയിച്ച വ്യക്തി പറയുകയും ചെയ്തു. പിന്നീട് അനേക ടെസ്റ്റുകൾ നടത്തുകയും അദ്ദേഹത്തിന് ഇപ്പോൾ യാതൊരു കുഴപ്പവുമില്ലെന്നും അദ്ദേഹത്തിൻ്റെ ക്യാൻസർ പൂർണ്ണമായും സുഖപ്പെട്ടെന്ന് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. ഹല്ലേലൂയ. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. സ്വരമുയർത്തി പറയാം ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, തിരിച്ചറിയുക, ക്യാൻസർ സുഖപ്പെടുത്താൻ നമ്മുടെ കർത്താവിന് പറ്റും. കാരണം അവൻ ജീവന്റെ മേലും മരണത്തിന്റെ മേലും അധികാരമുള്ള ദൈവമാണ്. പ്രിയമുള്ളവർ, ഞാൻ നൈറ്റ് വിജിലിന്റെ തുടക്കത്തിൽ തന്നെ ഈ കത്ത് വായിക്കാൻ കാരണം ഇതാണ്. നൈറ്റ് വിജിലിന്റെ ആരംഭ നിമിഷങ്ങളിൽ മുതൽ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആരംഭിക്കും, സുഖപ്പെടുത്താൻ ആരംഭിക്കും, സൗഖ്യം നൽകാൻ ആരംഭിക്കും, അവിടുത്തെ വീര്യ പ്രവർത്തികൾ ചെയ്യാൻ ആരംഭിക്കും കർത്താവ്. അതിനാൽ പ്രിയമുള്ളവരെ, ഇന്ന് വിശ്വസിക്കണം. ദൈവത്തിന്റെ മുമ്പിൽ നമുക്കൊന്ന് എളിമയോടെ എഴുന്നേറ്റ് നിൽക്കാം. വലിയ പ്രാർത്ഥനയോടെ എഴുന്നേറ്റ് നിന്ന് ഈ നൈറ്റ് വിജിലിന്റെ ആരംഭ നിമിഷങ്ങളിൽ ക്രിസ്തുവിനെ നമ്മുടെ ഭവനത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ക്ഷണിക്കാം. കർത്താവേ, ഇന്ന് എനിക്ക് വേണ്ടി നീ ഒരു വൻ കാര്യം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് ഇന്ന് എന്നെ സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കാം. അനേക നാളുകളായ എൻ്റെ പ്രാർത്ഥനയുടെ മേൽ കർത്താവ് ഇറങ്ങി വരണമേ, നുറുങ്ങി എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. കർത്താവേ, നാളുകളായി കണ്ണുനീർ പൊഴിക്കുന്ന എൻ്റെ കണ്ണുനീർ തുടയ്ക്കാൻ എൻ്റെ കർത്താവെ കടന്നു വരണമെന്ന് പ്രാർത്ഥിക്കാം.
നൊമ്പരങ്ങളും വേദനകളും തകർച്ചകളും ഇല്ലായ്മയും ദുഃഖപീഠകളെല്ലാം നിന്റെ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കാൻ വേണ്ടി ഈ രാത്രി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവേ, അവിടുത്തെ ആത്മാവിനെ എൻ്റെ മേൽ അയക്കണമേ, ഉണർവിന്റെ കൊടുങ്കാറ്റിനെ എൻ്റെ മേൽ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനൊരു പുതിയ സൃഷ്ടിയായി മാറട്ടെ, ഞാനൊരു പുതിയ വ്യക്തിയായി മാറട്ടെ. അഭിഷേകത്തിന്റെ കൊടുങ്കാറ്റ് എൻ്റെ മേൽ വീശട്ടെ. പ്രിയമുള്ളവർ, രണ്ട് കരങ്ങളും കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് യേശുവിനെ ക്ഷണിച്ചുകൊണ്ട് അവൻ ജീവിക്കുന്ന കർത്താവ്, അവൻ ഏക രക്ഷകൻ, ഏക സത്യ ദൈവം, എന്റെ കണ്ണുനീർ കാണുന്ന ദൈവം, എന്നെ അറിയുന്ന എന്റെ കർത്താവ്, എന്നെ സ്നേഹിക്കുന്ന എന്റെ ദൈവം. രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച കർത്താവേ, ഈ രാവിൽ അവിടുന്ന് എന്നെ തൊടണമേ, എന്റെ പ്രിയപ്പെട്ടവരെ തൊടണമേ. എന്റെ ക്യാൻസർ രോഗത്തെ, എന്റെ ട്യൂമർ രോഗത്തെ, എന്റെ ശരീരത്തിലെ രോഗപീഠകളെ ഈ രാത്രിയിൽ സുഖപ്പെടുത്താൻ അവിടുത്തെ ശക്തി അയക്കണമേ. രണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, അവിടുത്തെ പരിശുദ്ധ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ അഭിഷേകം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭവനങ്ങളിലെ അന്ധകാരം വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശരീരത്തിന് മേൽ അധികാരം വെച്ചിരിക്കുന്ന രോഗപീഠകൾ വിട്ടുപോകാൻ വേണ്ടി യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയരട്ടെ, സ്വരം ഉയരട്ടെ, വിശ്വാസം ഉണരട്ടെ. ഇത് അനുഗ്രഹത്തിന്റെ രാത്രിയാണ്, ഇത് സൗഖ്യത്തിന്റെ രാത്രിയാണ്, ഇത് കർത്താവ് തൊടുന്ന രാത്രിയാണ്. രണ്ട് കരങ്ങളും ഉയർത്തി വീണ്ടും ജീവിക്കുന്ന കർത്താവിനെ വിശ്വാസത്തോടെ, വിശ്വാസം ഉണരട്ടെ, വിളിക്കാം. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രം. യേശുവേ, ആരാധന, ആരാധന. കർത്താവേ, മഹത്വം. ദൈവമേ, മഹത്വം. കർത്താവേ, മഹത്വം. കർത്താവേ, അവിടുത്തെ പരിശുദ്ധ നാമത്തെ വിളിച്ചു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളടിച്ച് താളത്തിൽ, ഓ കർത്താവേ, ഇതാ ഞങ്ങൾ പാടുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബം അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ ആരാധിക്കുന്നു. ഓ കർത്താവേ, അനുഗ്രഹിക്കണമേ, തൊടണമേ, സുഖപ്പെടുത്തണമേ. ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും, ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും, ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും, ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ, തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ. വീണ്ടും എനിക്കു നൽകണമേ പുതിയൊരു ബന്ധക്കുസ്ത, വീണ്ടും എനിക്ക് നൽകണമേ പുതിയൊരു ബന്ധക്കുസ്ത. അഭിഷേകത്തിൻ കൈകൾ നീ എന്നിൽ നീട്ടണമേ, അഭിഷേകത്തിൻ കൈകൾ നീ എന്നിൽ നീട്ടണമേ. ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും, ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. പ്രാർത്ഥിക്കാം. ഉണർവിന്റെ കൊടുങ്കാറ്റായ പരിശുദ്ധാത്മാവ് നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വരട്ടെ. അവിടുത്തെ അഗ്നി അയക്കപ്പെടട്ടെ. അവിടുത്തെ അഗ്നിയാൽ നാം ജ്വലിക്കട്ടെ. അവിടുത്തെ അഗ്നിയാൽ അന്ധകാരം നീങ്ങിപ്പോകട്ടെ. അവിടുത്തെ അഗ്നിയാൽ രോഗപീഠകൾ നീങ്ങിപ്പോകട്ടെ, വൈകല്യം നീങ്ങിപ്പോകട്ടെ. ഓ കർത്താവേ, അവിടുത്തെ അഗ്നി അയക്കണമേ. നമുക്ക് പ്രിയമുള്ളവരെ പാടി പ്രാർത്ഥിക്കാം. അഗ്നി അയക്കണമേ പരിശുദ്ധാത്മാവേ, ശക്തി അയക്കണമേ പരിശുദ്ധാത്മാവേ, അഗ്നി അയക്കണമേ പരിശുദ്ധാത്മാവേ, ശക്തി അയക്കണമേ പരിശുദ്ധാത്മാവേ. ആദിയിലെ പോൽ ജനകോടികളെ വീണ്ടും ഉണർത്തണമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും നൽകണമേ, ആദിയിലെ പോൽ ജനകോടികളെ വീണ്ടും ഉണർത്തണമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും നൽകണമേ. അത്ഭുതമൊഴുകും കൈകൾ നീ എന്നിൽ നീട്ടണമേ,
പ്രാർത്ഥിക്കാം കർത്താവിന്റെ മുമ്പിൽ എളിമയോടെ പ്രാർത്ഥിക്കാം. ആദ്യ നൂറ്റാണ്ടുകളിലെ പോലെ അത്ഭുതങ്ങളും അടയാളങ്ങൾ സംഭവിക്കണം. മാറാ തീരാ വ്യാധികൾ വിട്ടുപോകണം. സൗഖ്യം ഇറങ്ങണം. കർത്താവിന് ശക്തിയായി സൗഖ്യമുണ്ടാകണം. രോഗപീഠകൾ എന്നേക്കുമായി നീങ്ങിപ്പോകണം. ക്യാൻസർ സുഖപ്പെടുത്തിയ കർത്താവ് ഈ രാത്രിയിൽ നിന്റെ ശരീരത്തിന് മേലുള്ള എല്ലാ രോഗങ്ങളും നിന്റെ മനസ്സിന് മേലുള്ള സർവ്വരോഗങ്ങളെയും സുഖപ്പെടുത്തി അനുഗ്രഹിക്കും. പാടി ആരാധിക്കാൻ കർത്താവിനെ, പാടി മഹത്വപ്പെടുത്താൻ കർത്താവിനെ. സൗഖ്യം നൽകണമേ പരിശുദ്ധാത്മാവേ, ബന്ധനമഴിക്കണമേ പരിശുദ്ധാത്മാവേ, സൗഖ്യം നൽകണമേ പരിശുദ്ധാത്മാവേ, ബന്ധനമഴിക്കണമേ പരിശുദ്ധാത്മാവേ. മാറാ തീരാ വ്യാധികളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ. തളർന്ന കൈകാൽ മുട്ടുകളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ. മാറാ തീരാ വ്യാധികളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ. തളർന്ന കൈകാൽ മുട്ടുകളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ. മാറാ തീരാ വ്യാധികളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ. തളർന്ന കൈകാൽ മുട്ടുകളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ. മാറാ തീരാ വ്യാധികളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ. തളർന്ന കൈകാൽ മുട്ടുകളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ. അത്ഭുതമൊഴുകും കൈകൾ നീ എന്നിൽ നീട്ടണമേ. 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 ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ. തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ. വീണ്ടും എനിക്ക് നൽകണമേ പുതിയൊരു ബന്ധം ക്രിസ്ത. വീണ്ടും എനിക്ക് നൽകണമേ പുതിയൊരു ബന്ധം ക്രിസ്ത. അഭിഷേകത്തിൻ കൈകൾ നീ എന്നിൽ നീട്ടണമേ. 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 പാടാം. അഭിഷേകത്തിൻ കൈകൾ നീ എന്നിൽ നീട്ടണമേ. 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 രണ്ട് കരങ്ങളും അഭിഷേകത്തിൻ ഉയർത്തിപ്പിടിക്കാം. കൈകൾ നീ എന്നിൽ കർത്താവ് നീട്ടണമേ. സന്നിധിയിലേക്ക് അഭിഷേകത്തിൻ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കൈകൾ നീ എന്നിൽ നീട്ടണമേ. അഭിഷേകത്തിൻ 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 കൈകൾ നീ എന്നിൽ നീട്ടണമേ. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, മാറാ തീരാ വ്യാധികൾ നീങ്ങി പോകട്ടെ. ലാസറിനെ ഉയർപ്പിച്ച നിന്റെ ശക്തി ഇറങ്ങട്ടെ. അന്ധന് കാഴ്ച നൽകി അവിടുത്തെ ശക്തി ഇറങ്ങട്ടെ. തളർവാദ രോഗിയെ സുഖപ്പെടുത്തി അവിടുത്തെ ശക്തി ഇറങ്ങട്ടെ. ഓ കർത്താവേ, അവിടുത്തെ ശക്തി ഇപ്പോൾ ഞങ്ങളുടെ ഭവനത്തിന് മേൽ ഇറങ്ങട്ടെ. അവിടുത്തെ ശക്തി ഞങ്ങളുടെ ശരീരത്തിന് മേൽ ഇറങ്ങട്ടെ. അവിടുത്തെ ശക്തി ഞങ്ങളുടെ തലമുറയുടെ മേൽ ഇറങ്ങട്ടെ. ആ ശക്തിയാൽ രോഗപീഠകൾ വിട്ടുപോകട്ടെ. സൗഖ്യം ഇറങ്ങട്ടെ. സൗഖ്യം ഇറങ്ങട്ടെ. സൗഖ്യത്തിന്റെ ആത്മാവേ, ശക്തിയുടെ ആത്മാവേ, ജീവിക്കുന്ന ദൈവമേ, യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. രോഗപീഠകൾ നീങ്ങിപ്പോകട്ടെ. രോഗപീഠകൾ നീങ്ങിപ്പോകട്ടെ. രോഗപീഠകൾ നീങ്ങിപ്പോകട്ടെ. ക്യാൻസർ വിട്ടുപോകട്ടെ. ഹൃദയ സംബന്ധമായ രോഗങ്ങൾ നീങ്ങിപ്പോകട്ടെ. ഹൃദയ സംബന്ധമായ രോഗങ്ങൾ നീങ്ങിപ്പോകട്ടെ. ഈ നൈറ്റ് വിജയ തുടക്കത്തിൽ തന്നെ ദൈവത്തിന്റെ ശക്തി ശരീരത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. മാറാ തീരാ വ്യാധികളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ. പാടാം. തളർന്ന കൈകാൽ മുട്ടുകളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ. മാറാ തീരാ വ്യാധികളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ. തളർന്ന കൈകാൽ മുട്ടുകളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ. മാറാ തീരാ വ്യാധികളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ. തളർന്ന കൈകാൽ മുട്ടുകളെല്ലാം
Praise the Lord. Praise the Lord. ശാന്തമായിട്ടിരിക്കാം. പ്രിയമുള്ളവരെ, വലിയ തീക്ഷ്ണതയോടെ ഈ രാത്രി നിങ്ങൾ പ്രാർത്ഥിക്കണം. തുടക്കം മുതൽ കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുകയാണ്. ആരാധന നിമിഷങ്ങൾ മാത്രമല്ല, എല്ലാ സമയവും കർത്താവിനെ സുഖപ്പെടുത്താനും അനുഗ്രഹിക്കാനും പറ്റും. ഇത് ഒരു അനുഗ്രഹത്തിൻ്റെ രാത്രിയാണ്. നിന്റെ കണ്ണുനീർ ഒപ്പുന്ന രാത്രി, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന രാത്രി. കർത്താവിനോട് നമുക്ക് ആത്മാർത്ഥമായി ചേർന്ന് നിന്ന് അനുഗ്രഹം സ്വന്തമാക്കാം. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. തുടർന്നുള്ള സമയങ്ങളിൽ പരിശുദ്ധ ദൈവമാതാവിനോട് ചേർന്ന് ജപമാല അർപ്പിച്ച് ഭക്തിപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. ജപമാലയ്ക്ക് നമ്മെ സഹായിക്കുന്നത് ശാലോം ശുശ്രൂഷകരായ അഗസ്റ്റിൻ, സിജി എന്നിവരാണ്. ഇവരോട് ചേർന്ന് നമുക്കും ഗാനമാലപിച്ച് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം.